അതിരമുഴങ്ങ് മൂട് കയ്യൂലം അങ്കയം ഇളങ്കവും കുഴങ്ങിടും കയ്യ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ, ആ രീതികൾ, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് പ്രസിഡന്റ് ചന്ദ്രൻ സാറിൽ നിന്ന് മനസ്സിലാക്കാം. ചെറിയ രീതിയിലൊന്ന് വിശദമാക്കും എങ്ങനെയാണെന്ന്. അതായത് വെള്ളുവനാട് കൾച്ചറൽ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ട്രസ്റ്റാണ് ആദ്യം നമ്മൾ രൂപീകരിച്ചത്. അതിൻ്റെ കീഴിലാണ് വെള്ളുവനാട് മാതൃസദനം അമ്മയ്ക്കൊരിടം എന്ന ഈ സ്ഥാപനം. വെള്ളുവനാട് കൾച്ചറൽ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞ ആ സ്ഥാപനം നമ്മൾ പൊതുരംഗത്ത് നമ്മുടെ ഒരു മേഖലയല്ല, നമ്മുടെ പൊതുവെ എല്ലാ മേഖലകളിലും കടന്നു ചെന്ന എല്ലാ ഭാഗങ്ങളിലുള്ളവരുടെ വിഷമങ്ങൾ അറിഞ്ഞ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു അനാഥരായ അമ്മമാർക്ക് ഒരു ജീവിതം കൊടുക്കണം എന്നുള്ളൊരു നിലപാടിലാണ് വെള്ളുവനാട് മാതൃസദനം ഞങ്ങൾ രൂപീകരിച്ചത്. ഞങ്ങൾ ഈ സ്ഥാപനം രൂപീകരിച്ചിട്ട് 2 വർഷം കഴിഞ്ഞു. ഇവിടെയുള്ള അമ്മമാരെ എല്ലാവരും ഇതിനു മുന്നേ ഞങ്ങൾ സ്ഥാപനം രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ അമ്മമാർ നമ്മുടെ ഇടയിലാണ്. പക്ഷെ എന്നതിന് ശേഷമാണ് നമ്മുടെ കൂടെ ഇപ്പം ഉള്ളത്. നമ്മൾ ഇപ്പോഴും ഞങ്ങൾ ഈ ഒരു പ്രസ്ഥാനത്തിൽ പ്രവൃത്തിയിൽ ഒതുങ്ങി നിൽക്കാൻ, നമ്മുടെ ഈ നാട്ടിൽ ആരെങ്കിലും സുഖമില്ലാതെ കിടക്കുന്നവരുണ്ടെങ്കിൽ അവരെ പോയി കാണും. ഞങ്ങൾ പഠിപ്പിക്കാൻ കഴിവില്ല എന്നുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ പോയി കാണും. അവർക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. കഴിവില്ലാത്ത ആൾക്കാരെയൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വഴിയില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇപ്പോൾ നമ്മുടെ അടുത്ത കാലത്ത് ഈ കോളപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ക്യാൻസർ രോഗി, ഞങ്ങളാണ് എല്ലാ ചെലവുകളും നോക്കി മരണം വരെയുള്ള ചെലവ് ഞങ്ങൾ തന്നെയാണ് വഹിച്ചത്. അവിടെ പോയിട്ട് അവരുടെ വിവരം അറിഞ്ഞ്, അതായത് അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് വരെ നമ്മൾ ഈ ട്രസ്റ്റിന്റെ പേരിൽ തന്നെയാണ് നമ്മൾ നടത്തിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതിലിടെ പിടിച്ചിട്ടുണ്ട് നമ്മൾ ആരോട് ഒരു കഴിവില്ലാത്തൊരു കുടുംബമുണ്ട്, 2 മക്കളൊരു അമ്മയും മാത്രമായിട്ട് ജീവിക്കുന്നു. അവർക്കുള്ള അരി സാധനങ്ങൾ, അവരുടെ ജീവിക്കാൻ വേണ്ട സാധനങ്ങൾ നമ്മൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കും. ഇപ്പം ഈ ഓണ സമയങ്ങളിൽ നമ്മൾ എല്ലാ കഴിവില്ലാത്ത വീട്ടിലും ഇതിൻ്റെ പേരിൽ നമ്മൾ എല്ലാവർക്കും പുടവ കൊണ്ട് എത്തിച്ചു. അതുപോലെ പല മേഖലകളിലും കയറി ചെന്ന് എന്തെങ്കിലും നല്ല കാര്യങ്ങൾക്ക് മാത്രം സമയം ചെലവഴിക്കുക അല്ലെങ്കിൽ സമയം കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ അവസ്ഥ. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ അമ്മമാരുള്ളത് ഗുരുവായൂരുണ്ട്, പാലക്കാടുണ്ട്, ഒറ്റപ്പാലുണ്ട്, പട്ടാമ്പിയുണ്ട്. ഇവരൊക്കെ ഇവിടെ തന്നെയാണ്. കൂടുതൽ ആരും വരാനോ അന്വേഷിക്കാനോ ഇല്ലാത്ത ഒരു ചുറ്റുപാടിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ ഈ നാട്ടിൽ നിന്നുള്ള നല്ല മനസ്സുകളുടെ ആ അംഗീകാരം കൊണ്ടാണ് ഞങ്ങളിത് നടത്തി മുന്നോട്ട് പോകുന്നത്. ഞങ്ങള് നമ്മളെ സുഖമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ തയ്യാറുള്ള ആൾക്കാർ നമുക്ക് കണ്ടാൽ തിരിച്ചറിയാം. അവരെ പോയി ഞങ്ങൾ സന്ദർശിച്ചിട്ട് അവരോട് ഞങ്ങളുടെ ഈ ഇവിടുത്തെ അവസ്ഥകളെ കുറിച്ച് പറയും. അതല്ല, അമ്മമാരിപ്പോ നിങ്ങൾ തന്നെ ഞങ്ങളോട് കണ്ട് നിങ്ങൾക്ക് എവിടുന്നേലും നമ്പർ കിട്ടി ഞങ്ങളെ വിളിക്കുക. എവിടെന്നാന്ന് ചോദിച്ചാൽ ഞങ്ങള് ചെർപ്പളശ്ശേരി എന്നാണെന്ന് നിങ്ങൾ പറയും. എന്താന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഇങ്ങനെ ഒരു അമ്മ ഉണ്ട്, അമ്മയ്ക്ക് ആരുമില്ല, അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഞങ്ങളെ വിളിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളുടെ ചെർപ്പളശ്ശേരിയിൽ വരികയാണ്. എന്നിട്ട് ആ അമ്മേനെ കണ്ടിട്ട് അമ്മയുടെ വിവരങ്ങൾ ഞങ്ങൾ അന്വേഷിക്കുകയാണ്. അമ്മയ്ക്ക് ആരൊക്കെ ഉള്ളത്, എന്തൊക്കെയാണ് എന്നുള്ളത് ഞങ്ങൾ അന്വേഷിച്ചറിഞ്ഞ് ആരും ഇല്ല എന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യമായി കഴിഞ്ഞാൽ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ അവർക്കൊരു ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ, കാരണം നമുക്കിപ്പോൾ ഒരു വഴിയിൽ നിന്ന് ഒരാളെ നമുക്ക് എടുത്തിട്ട് വരാൻ പറ്റില്ല. ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ ഞങ്ങളെ ഏൽപ്പിക്കണം. അതല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് പോലീസ് സ്റ്റേഷൻ മുഖാന്തരം പോലീസ് സ്റ്റേഷനിൽ ഞങ്ങളെ വിളിക്കും. ഇങ്ങനെ ഒരു അമ്മ സ്റ്റേഷനിലും അത് പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് അവർക്ക് ആരുമില്ല, അവർക്കൊരു അഭയം കൊടുക്കണമെന്ന് ഞങ്ങളെ വിളിച്ച് പറഞ്ഞാൽ ഞങ്ങൾ വന്ന് അവരുടെ പേപ്പറുകളൊക്കെ ശരിയാക്കി ഞങ്ങൾ അവരെ കൊണ്ടുപോയി. അതേമാതിരി കലക്ടർ ഓഫീസിൽ നിന്നായാലും ശരി, ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എവിടെ ആയാലും ശരി, അവര് ഞങ്ങളിപ്പോ നമുക്ക് ഇവിടെയുള്ള എല്ലാവരായിട്ടും നല്ല ബന്ധങ്ങളാണ്. കാരണം അവര് നമ്മളിലൂടെയാണ്. കാരണം അവര് ഈ പല കുടുംബ പ്രശ്നങ്ങളും കാരണം പോലീസ് സ്റ്റേഷനും കലക്ടറും ഇവരൊക്കെ ആയിട്ട് വരും. അവര് നേരെ ഞങ്ങളെ വിളിച്ച് ഞങ്ങളോട് അന്വേഷിക്കും, ഇങ്ങനെ എന്താണ് ഒരു അമ്മ ഉണ്ട്. ഇപ്പൊ ഞങ്ങൾ അങ്ങനെ ഇതിലിപ്പോ ഈ അമ്മേനെ അങ്ങനെ വന്നു തന്നെ. കാരണം വരോടെന്നുള്ള കാരണം അത് പോലീസ് സ്റ്റേഷൻ മുഖാന്തരമാണ്, വക്കീൽ മുഖാന്തരമാണ് ഞങ്ങൾക്ക് ഇവിടേക്ക് എത്തിയത്. വക്കീൽമാരായിട്ടും അവർ പല കേസുകളും ഒക്കെ ചെന്ന് എത്തുന്നത് പോലീസ് സ്റ്റേഷൻ, കലക്ടർ, വക്കീല് അവിടെ. അപ്പൊ അവരിലൂടെ നമുക്ക് അമ്മമാര്, ഇപ്പൊ ഇവിടെ അമ്മമാര് 13 പേരുണ്ടായിരുന്നു.
പരമാവധി നമ്മളിപ്പോ നിങ്ങളുടെ ആള് ഇപ്പൊ ആരെങ്കിലും നോക്കാൻ തയ്യാറുള്ളവരുണ്ടെങ്കിൽ ഇപ്പൊ വകയില് കുടുംബത്തിൽ എന്റെ ചെറിയച്ഛന്റെ വലിയച്ഛന്റെ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അവരെ വിളിച്ച് ഇങ്ങനെ ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാനല്ല ശരി എന്നുള്ളതാണ് ഞങ്ങളുടെ കണക്കൂട്ടൽ. അപ്പൊ അവർക്കൊരു അഭയം കൊടുക്കാൻ പറ്റുന്ന കുടുംബങ്ങളുണ്ടെങ്കിൽ നമ്മൾ അവരെ വിളിച്ചു വരുത്തി അവരെ പറഞ്ഞു വിടുന്നപ്പോ ഒറ്റ തൃത്താലെന്നൊരു അമ്മ ഉണ്ടായിരുന്നു ഇവിടെ. ആ അമ്മയുടെ അനിയത്തിയുടെ മക്കളെ വിളിച്ചു. നമ്മൾ ഇങ്ങനെ അമ്മേനെ അനാഥ ആക്കണത് ശരിയല്ല, അതുകൊണ്ട് നിങ്ങൾ അമ്മേനെ കൊണ്ടുപോയി നോക്കാൻ തയ്യാറാവണം എന്നൊക്കെ പറഞ്ഞ് അവരെ നമ്മൾ പറഞ്ഞു വരച്ചപ്പോൾ അവർ വന്നാൽ അവരെ കൊണ്ടുപോയി. അതേമാതിരി കേരളശ്ശേരി ഒരു അമ്മ ഉണ്ടായിരുന്നു, ആ ഒരു മോളുണ്ടായിരുന്നു. മോളേനെ ഞങ്ങൾ വിളിച്ചു വരുത്തി മോളായിട്ട് സ്റ്റേഷനായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേഷനിൽ സംസാരിച്ച് അങ്ങനെ അവരെ കൊണ്ടുപോയി. അങ്ങനെ നമ്മൾ അങ്ങനെ ആരെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവരെ ആരെ ഏൽപ്പിക്കാൻ പറ്റുകയാണെങ്കിലും അവരെ ഏൽപ്പിച്ച് അവർക്കൊരു, കാരണം ഇങ്ങനെ ഒരു സ്ഥാപനം വളരെ അല്ലല്ലോ ശരി. കാരണം ഇന്ന് ഒരു അനാഥാലയങ്ങൾ വളർന്നു വരികയാണ്. മക്കള് വളർത്തിയുണ്ടാക്കി വലുതാക്കി മക്കളായി മക്കൾക്കൊരു ജോലി ചുറ്റുപാടാകുമ്പോൾ വളർത്തിയുണ്ടാക്കിയ അച്ഛനമ്മമാരെ അധികപ്പറ്റായി മാറിക്കൊണ്ടിരിക്കണം. അപ്പൊ നമ്മൾ പരമാവധി അവരെ മക്കളിലേക്ക് തന്നെ എത്തിക്കാൻ അവസരം ഉണ്ടാക്കിക്കൊണ്ട് ഞങ്ങൾ അവരെ അവിടെ എത്തിക്കാനുള്ള കാര്യങ്ങളും കൂടി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നെന്മാർന്നൊരു ഇതേമാതിരി പാർട്ടി വന്നു. അപ്പൊ അവിടെ ആരും നോക്കണില്ല, നാട്ടുകാരാണ് നോക്കിയിരുന്നത്. അപ്പൊ അവർക്ക് നോക്കാൻ വഴിയില്ലാണ്ട് ഞങ്ങളുടെ അടുത്ത് ഇവിടെ വന്നു. ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ നോക്കാം, പക്ഷെ അതിന് വേറൊരു കാര്യം കൂടി ചെയ്യണം. കാരണം അവർക്ക് മോളുണ്ടെന്ന് പറഞ്ഞു, ആ മകളേനെയും കൂടി ഞങ്ങൾക്കൊന്ന് കാണണം. അപ്പൊ അവരായിട്ട് സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു വേറൊന്നും ആലോചിക്കണ്ട, നിങ്ങൾ ആ മകളുടെ പേരിൽ സ്റ്റേഷനിൽ ഒരു കേസ് കൊടുക്കും. അപ്പോ മകള് തന്നെ സ്റ്റേഷനിൽ ഹാജരാവും. അപ്പൊ അവിടുത്തെ തീരുമാനവും മറ്റത് ആ മകള് നോക്കൂല, നാട്ടുകാരെ നോക്കാൻ സമ്മതിക്കൂല. ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റം വരണത്. അങ്ങനെ സ്റ്റേഷനായിട്ട് ബന്ധപ്പെട്ടപ്പോ അമ്മേനെ കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ 2-3 ആളെ ഞങ്ങളിപ്പോ അങ്ങനെ പറ്റുന്ന ആൾക്കാരെ കൊണ്ട് ഏൽപ്പിച്ചു. ഫോർമാലിറ്റീസ് ഉണ്ടോ ഒരു അമ്മ ഇവിടെ അഭയം കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ? പ്രത്യേകിച്ച് ഒരു ഫോർമാലിറ്റീസും ഇല്ല. കാരണം അവരുടെ പേരിലുള്ള റെക്കോർഡുകൾ, ആധാർ അതുപോലുള്ള അവരുടെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അത് ഞങ്ങളുടെ അടുത്ത് ഇവിടെ ഞങ്ങൾക്കൊരു ബൈലുണ്ട്. അവരുടെ പേരിൽ സ്വത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവിടെ ഉള്ളവരാരും കാര്യമായിട്ടില്ല. ഉണ്ടെങ്കിൽ അത് നമ്മൾ ട്രസ്റ്റിന്റെ പേരിലാക്കണം. അവരിനി ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ വന്ന് കൊണ്ടുപോകാൻ തയ്യാറാവുമ്പോൾ നമ്മളത് തിരിച്ച് അവരെന്നെ ഏൽപ്പിക്കും. ഇതിൽ കൂടുതൽ പേരും അത്തരത്തിലുള്ള ആൾക്കാരല്ല. കാരണം ഒരു മുതലുകളൊന്നുള്ള ആൾക്കാരെ ഞങ്ങൾ ഇതുവരെ അങ്ങനെ പേ ചെയ്തിട്ടല്ല ഞങ്ങൾ എടുക്കുന്നത്. ആരും ഇല്ലാത്തവർ തന്നെയാണ് ഞങ്ങൾ ഇതിലിപ്പോ ഉള്ളതിൽ 3/4 ഭാഗവും മക്കള് ഇല്ലാത്തവർ തന്നെയാണ്. നമുക്ക് പുറത്തേക്ക് പോകാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുറത്തു പോകാൻ പറ്റില്ല. എന്തെങ്കിലും നമ്മൾ എല്ലാവരും കൂടിയിട്ട് കുടുംബത്തിലോ അങ്ങനെ അതായത് നമ്മൾ ഇതിനൊരു ബൈലുണ്ടല്ലോ, അതിൽ നമ്മൾ അതെല്ലാം ഫോം ഫില്ലപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കടലാസുകൾ പേപ്പർ വർക്ക് മുഴുവൻ ചെയ്തിട്ടാണ് അമ്മേനെ ഇവിടെ ഇരുത്തുന്നത്. ഇനി അവരെ കൊണ്ടുപോകുന്ന സമയത്ത് ആ പേപ്പർ വർക്ക് മുഴുവൻ നമ്മൾ തിരിച്ചു ചെയ്യണം. പിന്നെ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാനാന്നുള്ള ആ നിലപാട് പറ്റില്ല. പൂവാണെങ്കിൽ ഇവരെ എല്ലാവരും കൂടി വല്ല അമ്പലങ്ങളിലേക്കോ എവിടേക്കോ കൊണ്ടുപോച്ചാൽ എല്ലാവരും കൂടി പോകണതാണ് ആ യാത്ര. അതിപ്പോ എന്തെങ്കിലും പരിപാടികൾ അമ്പലങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഉണ്ടെങ്കിൽ പറ്റാവുന്ന ആൾക്കാർ, തീരെ നടക്കാൻ വയ്യാത്ത ആൾക്കാർക്ക് പിന്നെ പറ്റില്ല. നടക്കാൻ വയ്ക്കുന്ന ആൾക്കാരൊക്കെ അങ്ങനെ ഞങ്ങൾ കൊണ്ടുപോകും. ഫണ്ട് ഞങ്ങൾ ഇതുമാതിരി പല പരിചയമുള്ള ആൾക്കാരായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുകയാണ്. ചാരിറ്റി നടത്തുന്നതിൻ്റെ പേരിൽ അവരുടെ നല്ല സപ്പോർട്ട് ചെയ്യും. പള്ളിനാട് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഫണ്ട് അഡ്വക്കേറ്റ് കുശലൻ ആണ് ഇതിൻ്റെ ചെയർമാൻ. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ അതിൻ്റെ അണ്ടറിലുള്ള സെക്രട്ടറിയും പ്രസിഡൻറ്റുമാണ്. അപ്പോൾ ഞങ്ങൾ സ്വമേധയ ആൾക്കാരെ വിളിച്ചിട്ടും കണ്ടെത്തിയിട്ട്, അതുപോലെ തന്നെ ഈ അമ്മമാരുടെ വീട്ടിൽ വല്ല അവരുടെ തന്നെ പിറന്നാളിൻ്റെ വെച്ചാൽ അവർ പറയും നമുക്ക് നമ്മുടെ പിറന്നാൾ എന്ന് പറയുമ്പോൾ അവർ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഫണ്ട് ഒരു 3000 രൂപയാണ് ഞങ്ങൾ ജസ്റ്റ് മേടിക്കുന്നത്. 3000 രൂപയാണ് 3000 രൂപ മേടിക്കും ബർത്ത്ഡേ പാർട്ടിക്ക്. അതെ. പിന്നെ ഇവർക്ക് എല്ലാവർക്കും മരുന്നുകൾ, എല്ലാ അമ്മമാർക്കും പ്രഷർ, ഷുഗർ എന്നുള്ള നിത്യരോഗമുണ്ട്, അത് എല്ലാ അമ്മമാർക്കും. അപ്പോൾ അതിന് ഞങ്ങൾ ടീച്ചറാസ് ഹോസ്പിറ്റലായിട്ട് സഹകരിച്ചിട്ട്, അതുമായി തന്നെ ഹെൽത്ത് സെൻ്ററായിട്ട് സഹകരിച്ചിട്ട് അവിടെ നിന്നുള്ള മരുന്നുകൾ ഞങ്ങൾ വാങ്ങുന്നതും മരുന്ന് അങ്ങനെയൊക്കെ കിട്ടുന്നൊക്കെ ഞങ്ങൾ പരമാവധി ഞങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. പിന്നെ അമ്മമാർക്ക് ഇവിടുന്ന് പുറത്ത് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്
കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ എന്താ പറയുക, ആരും വേണ്ട എന്നുള്ള നിലയിൽ ഇവരെ ഒഴിവാക്കിയിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് ഇവരുടെ സുഖവിവരം അവരെ അറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവരിവിടെ പരമാവധി വരുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പോളിസി. പിന്നെ ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ മദ്യം, മയക്കുമരുന്ന് മാതിരിയുള്ള വിപത്തുകളുണ്ടല്ലോ, അതിനെതിരെ സാമൂഹികമായിട്ടുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തുക. അത് എവിടെ ആവശ്യം വെച്ചാൽ സ്കൂളിൽ നടത്തും, അല്ലെങ്കിൽ മറ്റേ ഞങ്ങൾ ഓഡിറ്റോറിയം കണ്ടെത്തിയിട്ട് അവിടെ നടത്തും. ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇതിൽ പറ്റിയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, 11 ട്രസ്റ്റിൻ്റെ മെമ്പർമാർ, അവരൊക്കെ ഇതിൽ ഒക്കെ സൗജന്യമായിട്ട് ക്ലാസ് കൊടുക്കുന്നു. സൗജന്യമായിട്ട് ചെയ്യുന്നുണ്ടോ? ഇതിനോടനുബന്ധിച്ചിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ തുടങ്ങണമെന്നുണ്ട്. അതിപ്പോൾ പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ 2 വർഷമല്ലേ ആയുള്ളൂ. അപ്പോൾ കൂടുതൽ ഇതിൻ്റെ കാര്യങ്ങൾക്ക് കിടക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ഫണ്ട് നമുക്ക് വരണം. അതിനിപ്പോൾ ഞങ്ങൾ ഈ പറയുന്നത് ഇപ്പോൾ ഇതൊരു പരസ്യം മാതിരി ആണെച്ചാൽ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ഗുണം കിട്ടുമെങ്കിൽ അത് നന്നൊന്ന് പറഞ്ഞിട്ട് സാറ് വരാൻ പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി കാണും, അനാഥരായ അമ്മമാർക്ക് അഭയം നൽകുന്ന അവരുടെ ചികിത്സാ കാര്യങ്ങൾ എല്ലാം നോക്കിയെടുക്കുന്ന ഒരു ട്രസ്റ്റാണ്. അപ്പോൾ ഇതിന് നടത്തിപ്പിന് നല്ല ഒരു സാമ്പത്തിക ബാധ്യത തന്നെ അവർ ഏറ്റെടുക്കുന്നുണ്ട്. നിങ്ങൾ കാണുന്നവർ നിങ്ങളെ കഴിയുന്ന സഹായങ്ങൾ അവർക്ക് എത്തിച്ചു വിടുക. ഇവരുടെ ഫോൺ നമ്പർ, അഡ്രസ്സ് എല്ലാം നമ്മൾ കമൻറ്റ് ബോക്സിൽ ഇടുന്നതായിരിക്കും. അവരായിട്ട് കോൺടാക്ട് ചെയ്യുക. അതേപോലെ അനാഥരായ അമ്മമാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരായിട്ട് കോൺടാക്ട് ചെയ്യുക, അവർ അഭയം നൽകുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് അമ്മമാർക്ക് ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് കുറച്ച് മാജിക് ഷോ അവതരിപ്പിക്കാം. ഇന്ന് സമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് എന്താണെന്നറിയോ? എന്താണ് ഏറ്റവും വലിയ പ്രശ്നം? ലഹരി അല്ലേ? പണ്ടൊക്കെ ആൺകുട്ടികളായിരുന്നു ലഹരി ഉപയോഗിച്ചിരുന്നത്, പെൺകുട്ടികളും ലഹരി കടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ സമൂഹം വളരെയേറെ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരെ ഞാനൊരു മാജിക് അവതരിപ്പിക്കാൻ പോകുന്നത് മദ്യം അല്ലേ? ഇതൊരു മദ്യക്കുപ്പിയാണ്, കാണുന്നുണ്ടോ? മദ്യം എന്ന് പറയുന്നത് സർവ്വ തിന്മകളുടെയും മാതാവാണ്. മദ്യമെന്ന് പറയുന്നത് പാമ്പിനേക്കാൾ വിഷമാണ്. അപ്പോൾ ഇങ്ങനെ മദ്യം നമുക്ക് വേണോ? നമുക്ക് വേണ്ട അല്ലേ? അപ്പോൾ ഇതിനു വേണ്ടി ഈ മാജിക്ക് വേണ്ടി നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ചാർട്ട് പേപ്പറാണ്. ഈ ചാർട്ട് പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് ഈ മദ്യക്കുപ്പിയെ ഇത് മൂടി വെച്ചു. ഇനി നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു കർച്ചീഫാണ്. ഉണ്ടോ? ഈ കർച്ചീഫ് ഉപയോഗിച്ചുകൊണ്ട് ഈ മദ്യക്കുപ്പിയെ ഇങ്ങനെ മൂടി വെച്ചു. മാജിക് ആക്ഷൻ കാണിക്കുന്നു. മദ്യക്കുപ്പി അപ്രത്യക്ഷമായോ എന്ന് നമുക്ക് നോക്കാം. അപ്രത്യക്ഷമായോ? അപ്രത്യക്ഷമായിട്ടില്ല. ഇനി വീണ്ടും ഇങ്ങനെ മൂടി വയ്ക്കുക. മൂടി വെച്ചു. അപ്രത്യക്ഷമായോ? ആയില്ല. ഇതിൻ്റെ ആക്ഷൻ കാണിക്കുന്നു. മദ്യക്കുപ്പി അപ്രത്യക്ഷമായിട്ടില്ല. ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിക്കുക. മദ്യക്കുപ്പിയെ ഇത് ചെവിയിലേക്ക് കയറ്റുകയാണ്.